നമസ്കാരം. തിരുവനന്തപുരം ശ്രീകാര്യത്ത് യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനും ഭർതൃമാതാവിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി മരണപ്പെട്ട യുവതി കാവ്യയുടെ കുടുംബം രംഗത്ത്. ജാതി അധിക്ഷേപവും സ്ത്രീധന പീഡനവുമാണ് കാവ്യയുടെ ജീവനെടുത്തതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മരണത്തിന് തൊട്ടു മുൻപ് കുളിമുറിയിൽ കയറി നിന്ന് കാവ്യ അമ്മയെ വിളിച്ച കാര്യങ്ങൾ കേട്ട് നെഞ്ചുപൊട്ടുകയാണ് ഒരു നാടൊന്നാകെ. മരണപ്പെടുന്നതിന് തൊട്ടു മുൻപ് ഭർതൃവീട്ടിൽ നടന്ന അതിക്രൂരമായ മാനസിക പീഡനങ്ങളെക്കുറിച്ച് കാവ്യയുടെ അമ്മ കണ്ണീരോടെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഭർതൃവീട്ടിൽ വെച്ച് കാവ്യ ചിക്കൻ കറി അല്പം കൂടുതൽ കഴിച്ചെന്ന നിസ്സാര കാര്യത്തിനാണ് ഭർതൃമാതാവ് വലിയ വഴക്കുണ്ടാക്കിയത്. ഭർതൃമാതാവിന്റെയും ഭർത്താവിന്റെയും ആക്രോശങ്ങൾ സഹിക്കാനാവാതെ കാവ്യ കുളിമുറിയിൽ കയറി വാതിലടച്ച് സ്വന്തം അമ്മയെ ഫോണിൽ വിളിച്ചു. താൻ നേരിടുന്ന പീഡനങ്ങൾ കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് കാവ്യ ജീവനൊടുക്കിയത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ മകൾക്ക് ആ വീട്ടിൽ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല എന്നും ഒരു ദിവസവും സ്വസ്ഥത ലഭിച്ചിരുന്നില്ലെന്നും അമ്മ ആരോപിക്കുന്നു. 2 മാസം മുൻപാണ് കാവ്യ അവസാനമായി സ്വന്തം വീട്ടിൽ വന്നത്. പല ദിവസങ്ങളിലും അവളെ പട്ടിണിക്കിടും, ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സമ്മതിക്കില്ല. ഭർത്താവ് വിഷ്ണു അമ്മ പറയുന്നത് മാത്രമാണ് കേട്ടിരുന്നത്. ജാതി പറഞ്ഞും സ്ത്രീധനം കിട്ടില്ലെന്ന് പറഞ്ഞുമായിരുന്നു നിരന്തരമായുള്ള പീഡനം. വിഷ്ണുവിന്റെ അമ്മയുടെ പീഡനം സഹിക്കാനാവാതെ കാവ്യയും ഭർത്താവും മക്കളും ഒത്ത് കുറച്ചുനാൾ മുൻപ് നാട് വിട്ടുപോരുന്നതായി കാവ്യയുടെ സഹോദരൻ ശ്യാമും വെളിപ്പെടുത്തി. ഭർത്താവ് വിഷ്ണു നായർ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. തങ്ങൾ SC വിഭാഗത്തിൽപ്പെട്ടവരായതിനാൽ അതിരൂക്ഷമായ ജാതീയ അധിക്ഷേപമാണ് കാവ്യയ്ക്ക് ഭർതൃമാതാവിൽ നിന്നും നേരിടേണ്ടി വന്നത്. കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഓർത്തു മാത്രമാണ് കാവ്യയെ വീട്ടിൽ പിടിച്ചു നിന്നത്. അവളെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു. ഇന്നലെ രാത്രി 8:30യോടെയാണ് കാവ്യ ജനലിൽ തൂങ്ങിയെന്ന് പറഞ്ഞ് ഭർതൃവീട്ടിൽ നിന്നും വെളിവരുന്നത്. സാമ്പത്തിക ബാധ്യതകൾ മറ്റു പലതും ഉണ്ടെങ്കിലും കാവ്യയുടെ മരണത്തിന് പൂർണ്ണ കാരണം ഭർതൃമാതാവിന്റെയും ഭർത്താവിന്റെയും ക്രൂരമായ പീഡനവും ജാതി അധിക്ഷേപവുമാണെന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നു. സംഭവത്തിൽ ശ്രീകാര്യം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.